മണിപ്പൂർ 1972 ജനുവരി 21 മണിപ്പൂർ സംസ്ഥാനം രൂപീകൃതമായി. മണിപ്പൂരിന്റെ സംസ്ഥാന മൃഗം സാങ്ങായ് മാൻ ആണ്. ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ രത്നം എന്ന് മണിപ്പൂരിനെ വിശേഷിപ്പിച്ചു. സിംഗ്ഡ ഡാം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മണിപ്പൂർ ആണ്. പ്രസിദ്ധമായ കാംഗ്ല കോട്ട സ്ഥിതി ചെയ്യുന്നത് ഇംഫാൽ നഗരത്തിലാണ്. ജൂവൽ ബോക്സ് ഓഫ് മണിപ്പൂർ എന്നറിയപ്പെടുന്നത് മണിപ്പൂർ സുവോളജിക്കൽ പാർക്കാണ്. മണിപ്പൂരിൻ്റെ ഉരുക്കു വനിത, മെൻ ഗൗബി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ഈറോം ശർമിളയാണ്. ഈറോം ശർമിള രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് പീപ്പിൾ റിസർജൻസ് ആൻഡ് ജസ്റ്റിസ് അലയൻസ്. ഇന്ത്യയിലെ ആദ്യത്തെ സെൻട്രൽ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് ഇംഫാൽ ആണ്. മണിപ്പൂരിലെ കുപ്രസിദ്ധ തീവ്രവാദി സംഘടനയാണ് UNLF, യുണൈറ്റഡ് നാഷണൽ ലിബറേഷൻ ഫ്രണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ സ്പോർട്സ് യൂണിവേഴ്സിറ്റി നിലവിൽ വന്ന സംസ്ഥാനം മണിപ്പൂർ ആണ്. മണിപ്പൂരിൻ്റെ വ്യാവസായിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് മൊറയാണ്. കെയ്ബുൾ ലംജാവോ ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗം സാങ്ങായ് മാൻ ആണ്. ലോകത്തിലെ ഒഴുകുന്ന ഏക ദേശീയോദ്യാനം കെയ്ബുൾ ലംജാവോ ആണ്. 1949 മണിപ്പൂർ ഇന്ത്യൻ യൂണിയനോട് ചേർക്കപ്പെട്ടത്. മണിപ്പൂരിലെ ഒരു പ്രധാന ഗോത്ര വിഭാഗമാണ് കുകി. ഈറോം ശർമിള നിരാഹാര സമരം നടത്തിയത് AFSPA എന്ന നിയമത്തിനെതിരെയാണ്. ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവേഴ്സ് ആക്ട് എന്നതാണ് ASFPAയുടെ പൂർണ്ണരൂപം. മീതേയ് ഭാഷ പ്രചാരത്തിലുള്ള സംസ്ഥാനമാണ് മണിപ്പൂർ. മണിപ്പൂർ അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് മ്യാൻമാർ. നാഗാലാൻഡ്, മിസോറാം എന്നീ സംസ്ഥാനങ്ങളുമായി മണിപ്പൂർ അതിർത്തി പങ്കിടുന്നു. രത്നങ്ങളുടെ നാട് എന്നാണ് മണിപ്പൂർ എന്ന വാക്കിൻ്റെ അർത്ഥം. മണിപ്പൂരിനെ ഇന്ത്യയുടെ സ്വിറ്റ്സർലാൻഡ് എന്ന് വിശേഷിപ്പിച്ചത് ഇർവിൻ പ്രഭുവാണ്. മൾബറി കൃഷി വ്യാവസായികമായി പ്രചരിപ്പിച്ച ആദ്യ സംസ്ഥാനമാണ് മണിപ്പൂർ. കൃഷിഭൂമി വളരെ കുറഞ്ഞ സംസ്ഥാനമാണ് മണിപ്പൂർ. ആധുനിക പോളോ കളി ഉദ്ഭവിച്ച സ്ഥലം മണിപ്പൂറാണ്. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പോളോ കളിക്കളം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മണിപ്പൂറാണ്. കോമൺവെൽത്ത് സെമിത്തേരി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മണിപ്പൂരാണ്. ഹോങ്ജാം യുദ്ധസ്മാരകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മണിപ്പൂരാണ്. പായ്തന തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മണിപ്പൂരാണ്. മാവോ ഹിൽ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മണിപ്പൂരാണ്. മണിപ്പൂരിൻ്റെ പ്രവേശന കവാടം എന്നറിയപ്പെടുന്നത് മാവോ ഹിൽ സ്റ്റേഷനാണ്. മുഹമ്മദ് അലിമുദ്ദീനാണ് മണിപ്പൂരിൻ്റെ ആദ്യ മുഖ്യമന്ത്രി. 2014 യുനെസ്കോ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട മണിപ്പൂരിലെ കലാരൂപമാണ് സങ്കീർത്തന. ശ്രീകൃഷ്ണന്റെ ജീവിതകഥ പറയുന്ന മണിപ്പൂരി നൃത്തരൂപമാണ് മണിപ്പൂരി. രവീന്ദ്രനാഥ് ടാഗോറാണ് മണിപ്പൂരി നൃത്തത്തെ ലോകത്തിന് പരിചയപ്പെടുത്തിയത്. മണിപ്പൂർ ഭരിച്ചിരുന്ന രാജവംശമാണ് നിങ്തൗജ. ഖരീബ് നവാസ് എന്ന രാജാവാണ് തൻ്റെ രാജ്യത്തിന് മണിപ്പൂർ എന്ന പേര് നൽകിയത്. INA മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന മൊയിരാങ് മണിപ്പൂർ സംസ്ഥാനത്തിലാണ്. റാണി ഗൈഡിലു ആണ് മണിപ്പൂരിലെ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ വനിത. ധാരാളം വീടുകളുള്ള സ്ഥലം എന്ന അർത്ഥം വരുന്ന യുംഫാൽ എന്ന പദത്തിൽ നിന്നുമാണ് ഇംഫാൽ എന്ന പേരുണ്ടായത്. ഇന്ത്യയിലെ ആദ്യ കേന്ദ്ര കാർഷിക സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് ഇംഫാൽ നഗരത്തിലാണ്. ഖൊയ്റാം ബന്ദ് ബസാർ പൂർണ്ണമായും സ്ത്രീകൾ നടത്തുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ മാർക്കറ്റാണ്. ഇംഫാൽ വിമാനത്താവളം തുലിഹാർ വിമാനത്താവളം എന്ന പേരിലും അറിയപ്പെടുന്നു. കരകൗശല വസ്തുക്കൾക്ക് പ്രസിദ്ധമായ മണിപ്പൂരിലെ സ്ഥലമാണ് ഇംഫാൽ. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകമായ ലോക്തക് തടാകം മണിപ്പൂരിലാണ്. ഇന്ത്യയിലെ ആദ്യ ഒഴുകുന്ന പ്രൈമറി സ്കൂൾ സ്ഥിതി ചെയ്യുന്ന തടാകം ലോക്തക് തടാകമാണ്. ഡാൻസിംഗ് ഡിയർ എന്നറിയപ്പെടുന്നത് സാങ്ങായ് മാനാണ്. ബോക്സിംഗ് ചാമ്പ്യൻ ആകുന്ന ഇന്ത്യയിലെ ആദ്യ MP മേരി കോമാണ്. ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ 6 തവണ സ്വർണം നേടിയ ഇന്ത്യൻ വനിതയാണ് മേരി കോം.